ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് രാവിലെ നല്ല വെയിൽ വന്നിട്ടുണ്ട്. നല്ല വെയിലുണ്ട്. വെയിൽ കണ്ടുകൊണ്ട് തുണിയൊക്കെ അലക്കി എല്ലാം റെഡിയാക്കി വെയിലത്ത് രാവിലെ കൊണ്ട് വിരിച്ചിട്ടു. കുറച്ച് കഴിയുമ്പോൾ അറിയാം ഇനി അവസ്ഥ എന്തുവാകും, എങ്ങനെയാകും. ഇപ്പോൾ നന്നായിട്ട് വെയിലുണ്ട്, ആകാശമൊക്കെ നല്ലപോലെ തെളിഞ്ഞ് നിൽക്കുക. ഇതൊക്കെ കണ്ടപ്പോൾ ഒരു ആശ്വാസം. ഇന്നലത്തെ അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും വെച്ച് കമ്പയർ ചെയ്തപ്പോൾ രാവിലെ നല്ലൊരു ആശ്വാസം തോന്നുന്നുണ്ട്. ഇന്നലെ ഞാൻ നല്ല തണുപ്പുമായിരുന്നു. മഴയെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര മഴയായിരുന്നു പെയ്തത്, നിർത്താതുള്ള മഴയായിരുന്നു. കാറ്റിന് ചെറിയൊരു കുറവുണ്ടായിരുന്നു, എന്നാലും കാറ്റും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലത്തെ ഈ ഒരു അന്തരീക്ഷം കണ്ടപ്പം നല്ല സന്തോഷം. അപ്പോൾ രാവിലെ പോയി പല്ലൊക്കെ തേച്ച് വല്ലതും കഴിക്കാമെന്നുള്ള പരിപാടി. കഴിച്ചിട്ട് വേറെ കുറേ പരിപാടിയുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മരം വീണതും കൊന്നയൊടിഞ്ഞ് വീണതൊക്കെ. രാവിലെ ചെന്ന് ഒടിഞ്ഞു കിടന്ന കമ്പൊക്കെ ഒന്ന് വലിച്ച് താത്തിട്ട് ഒടിയും തൂങ്ങിക്കിടന്നത്. കാരണം നമ്മളതിൻ്റെ കീഴേ കൂടെ എപ്പോഴും നടക്കുന്നതാണ്. ഉറക്കപ്പുറത്തെങ്ങാനും മണ്ടയ്ക്ക് വീണെങ്കിൽ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് വലിച്ചിടാനുള്ള കമ്പൊക്കെ നോക്കി എവിടേക്കാണ് നിൽക്കുന്നതെന്ന്. എന്നിട്ട് കയറി വന്ന് കമ്പൊക്കെ എടുത്തുകൊണ്ട് പോയി കുറേയൊക്കെ വലിച്ചിട്ടു. പിന്നെ ഒടിഞ്ഞു കിടന്നൊരു വാഴയൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു വാഴയായിരുന്നു കേട്ടോ. നമ്മുടെ ഈ കദളിക്കൊലയായിരുന്നു. അതങ്ങ് ഒടിഞ്ഞു പോയി. എന്താണെങ്കിലും അത് പിന്നെ വഴിയിൽ നിന്ന് വലിച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് നിന്ന് ഒരു കാപ്പിയുണ്ട്, അത് നിറച്ച് പൂത്തിരിക്കും. അതും ഇത് വീണത് കാരണം അങ്ങോട്ടങ്ങ് ചാഞ്ഞ് കിടക്കുമായിരുന്നു. പിന്നെ അതും വലിച്ച് ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചു. ഇതിൻ്റെ പുറകിൽ ഞാൻ ഇന്നലെ പറഞ്ഞ കമുക അതാ കേട്ടോ, അതെങ്കിൽ ചാഞ്ഞ് അപ്പുറത്തോട്ട് നിൽപ്പുണ്ട്. കാപ്പി നിറച്ച് കാപ്പിക്കുരു ആയതുകൊണ്ട് ഞങ്ങൾ ഈ കാപ്പിക്കുരു നമുക്ക് കാപ്പിക്കുരു ഉള്ളതുകൊണ്ട് പറിച്ച് ഉണക്കിയെടുത്ത്, പഴുത്ത് കഴിയുമ്പോൾ പറിച്ച് ഉണക്കിയെടുത്ത് പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലുള്ള കാപ്പിയാവും, കാപ്പിക്കുള്ള കാപ്പിപ്പൊടിയാവും. അപ്പോൾ അത് കാരണം ഞങ്ങളങ്ങനെ സ്വാഭാവികമായിട്ട് ഞങ്ങളങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ അവിടുന്ന് കയറി വന്ന് അതിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ ചെറിയൊരു പണി കിട്ടി. ഹായ് ഗൈസ്. അപ്പോൾ രാവിലെ ഓരോ പരിപാടിയിലൊക്കെ ആയിരുന്നു. ഇടയ്ക്ക് ചെറിയൊരു പണിയും കിട്ടി. ഇത് കേട്ടോ, സംഭവം മഞ്ഞളിട്ടേക്കോ കുളവി കുത്തിയതാണ്. ഒരു 3 കുളവി അടുപ്പിച്ച് അങ്ങ് കുത്തി. ഞാൻ കണ്ടില്ല, ഒരു പൈപ്പ് ഉണ്ടായിരുന്നേ, അത് ഈ വീടിൻ്റെ മണ്ടയിൽ നിന്ന് വെള്ളം വരാൻ വേണ്ടി അത് പഴിപ്പിച്ചിട്ട് അങ്ങോട്ട് ചൂടാക്കി ഇതിലോട്ട് കപ്ലിങ് അടിക്കാനായിട്ട് കയറ്റി. 3 കുളവി എവിടെ നിന്ന് വന്നതാണെന്ന് അറിയത്തില്ല. അത് അത്രയും നേരം അവിടെ കുളവി ഇല്ലായിരുന്നു. 3 കുളവി വന്ന് അച്ചാൻ പുച്ച അങ്ങ് കുത്തി. ഈ വിരളയിലും കുത്തി, ഈ വിരളയിലും കുത്തി, ഇവിടെയും കുത്തി. മഞ്ഞളിട്ടൊക്കെ കുറച്ച് കഴിയുമ്പോൾ നീര് വെക്കും, ഞാൻ കാണിച്ചു തരാം. ഇതാണ് കൈയുടെ അവസ്ഥ. കണ്ട, നല്ല നീരുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കുറഞ്ഞു, മൊത്തം ഇതായിട്ടിരിക്കുമായിരുന്നു. പിന്നെ അതും വെച്ചുകൊണ്ട് പിന്നെയും മഞ്ഞൾ തേച്ച്, നീര് കുറയാൻ വേണ്ടി മഞ്ഞൾ തേച്ച് നൈസായിട്ട് പോയാൽ ഒതുങ്ങി. അവൾ പറഞ്ഞു ഇനി പണിയൊന്നും ചെയ്യണ്ടെന്ന്. ഓക്കെ ഗൈസ്, ടാറ്റാ.